നമസ്കാരം. സർക്കാരിന്റെ അഭിപ്രായപ്രകാരം ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ അവകാശമല്ല, പകരം സർക്കാർ നൽകുന്ന സഹായം മാത്രമാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരായ ഹർജിയിലാണ് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ക്ഷേമ പെൻഷൻ വിതരണം എപ്പോൾ നടത്തണമെന്ന് തീരുമാനിക്കുന്നതും സർക്കാരാണ്. സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ക്ഷേമ പെൻഷനുകൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇതിന് സർക്കാരിന് ഏകദേശം 900 കോടി രൂപയാണ് ചിലവ് വരുന്നത്. ഇത് നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ഈ ക്ഷേമ പെൻഷൻ എന്നുമാണ് സർക്കാരിന്റെ മറുപടി. കേരളത്തിൽ ഏകദേശം 5 വിഭാഗങ്ങളിലായിട്ട് 45 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ സർക്കാർ നൽകുന്നുണ്ട്. കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് പുറമെ മാറ്റി നിർത്തപ്പെട്ട വിഭാഗക്കാർക്കും പ്രത്യേക സഹായവും പെൻഷൻ വിതരണവും ചെയ്യുന്നുണ്ട്. ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കാര്യമായ സഹായമൊന്നുമില്ല. ഇതിനു പുറമെ വെൽഫെയർ പെൻഷനുകൾക്ക് 90 കോടി രൂപ വേറെയും കണ്ടെത്തണം. സാമൂഹിക പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാന കാരണമായി മുന്നിൽ വരുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പെൻഷൻ വിതരണം മുടക്കമുണ്ടാകുന്നത്. 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി ഈ ആഴ്ച വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ പറയുന്നത്. നിലവിൽ വാർദ്ധക്യ പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലാണ് പെൻഷൻ നൽകുന്നത്.